ഹലോ നമസ്കാരം. ഫുഡ് ഫാക്ടറിയുടെ പുതിയൊരു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചീസ് ഓംലെറ്റ് ആണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. മാത്രമല്ല ഇത് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു നല്ല ഐറ്റമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് കഴിക്കാം. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചീസ് ഓംലെറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 മുട്ട, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ചെറിയ പച്ചമുളക് അരിഞ്ഞത്, 1/4 ടീസ്പൂൺ ഉപ്പ്, 2 സ്ലൈസ് ചീസാണ് എടുത്തിട്ടുള്ളത്. ഈ മുട്ട വെച്ചിരിക്കുന്ന ബൗളിലേക്ക് നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇടുകയാണ്. കുരുമുളക് പൊടി, പച്ചമുളക്, ഉപ്പ്. ഇതിന് ശേഷമായി ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വെള്ളത്തിന് പകരം പാൽ ഉപയോഗിച്ചാലും നല്ലതായിരിക്കും. ഞാനിവിടെ വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ ഈ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഒരു ഫോർക്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചോ നന്നായിട്ട് ബീറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ഗ്രീസ് ചെയ്യുക. ബട്ടറിന് പകരമായി നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. പാൻ നന്നായി ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മുടെ മുട്ട ഒഴിക്കുകയാണ്. ഒരു മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഈ മുട്ട വേവിച്ചെടുക്കാം. വേവിച്ചതിന് ശേഷം നമ്മുടെ ചീസിന്റെ സ്ലൈസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒരു ത്രികോണ ഷേപ്പിലാക്കിയിട്ട് മുട്ടയുടെ നടുഭാഗത്തായിട്ടാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മുട്ട ഫ്ലിപ്പ് ചെയ്തിടാൻ ഈസി ആയിരിക്കും. ഇനി നമുക്ക് ഈ മുട്ട ഫ്ലിപ്പ് ചെയ്തിടാവുന്നതാണ്. ചീസ് ഇരിക്കുന്ന ആ സൈഡിലേക്ക് നമുക്ക് ഈ മുട്ട ഫ്ലിപ്പ് ചെയ്തിടാം. വളരെ ശ്രദ്ധിച്ച് ചെയ്യാം. മുട്ട മുറിഞ്ഞു പോകാതിരിക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഈ മുട്ട ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 40 സെക്കൻഡ് കൂടി വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മൾ ഇതിനകത്ത് വെച്ചിരിക്കുന്ന ചീസൊക്കെ ആവശ്യത്തിന് മെൽറ്റായി കിട്ടും. നമ്മുടെ ചീസ് ഓംലെറ്റ് റെഡിയായി കഴിഞ്ഞു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോസിൽ കാണുന്നത് വരെയും നന്ദി, നമസ്കാരം.